ബഹറിന്റെ ഉള്ളിലൊരു കൻകോട്ട ഇഫിരിത്ത് രാജനെടുപ്പിച്ചേ. അതിൻ്റെ ഉള്ളില് 7001 പെൺകൊടിമാരെ പത്തിനിമാരായി മുത്തദഹത്തിന് കുത്തിയിരിപ്പിച്ചേ. 7-ാം ബഹറിന്റെ ഉള്ളിലൊരു കൻകോട്ട ഇഫിരിത്ത് രാജനെടുപ്പിച്ചേ. അതിൻ്റെ ഉള്ളില് 7001 പെൺകൊടിമാരെ പത്തിനിമാരായി മുത്തദഹത്തിന് കുത്തിയിരിപ്പിച്ചേ. ചൈത്താന്മാരെ വിളിപ്പിച്ചേ. 7-ആകാശം ഭൂമി കുലുങ്ങി ഫിരീത്ത് ഗർജിച്ചേ. മായ കണ്ണാടിയിലൊരു സുന്ദരിയെ ഞാൻ ദർശിച്ചേ. ഓളെ കൊണ്ടുവരും വരെ ഈ സ്ഥലം നിങ്ങളെ ഏൽപ്പിച്ചേ. എന്നിട്ടോ കോട്ടട ചുറ്റും കാവല് വെച്ച് കാമിനിയാളെ തേടി കുതിച്ചേ. 7-ാം ബഹറിന്റെ ഉള്ളിലൊരു കൻകോട്ട ഇഫിരിത്ത് രാജനെടുപ്പിച്ചേ. അതിൻ്റെ ഉള്ളിൽ 7001 പെൺകൊടിമാരെ പത്തിനിമാരായി മുത്തദഹത്തിൽ കുത്തിയിരിപ്പിച്ചേ. വഴിയകലത്തകലത്തൊരു മാളിക കണ്ട് ഫിരീത്ത് പറന്നവിടെ ചെന്ന്. മാളിക തന്നിലെ മോളിലെ സുന്ദരി ഏറ്റം അഴകുറ്റ പട്ടുലിവാസും മറ്റുമണിഞ്ഞ് കഞ്ചകി പുഞ്ചിരി പൂണ്ടുമയങ്ങുന്നേ. ഓളെ ഈ ഫിരീത്ത് റാഞ്ചിയെടുത്ത് പറന്നാനേ. മോഹം ഓന്റെ മനസ്സിൽ ഓളം വെട്ടിമറിഞ്ഞാനേ. പോവും വഴിയിൽ വെച്ച പെണ്ണ് ഭയന്ന് പിടഞ്ഞാനേ. പാറക്കെട്ടിന് കീഴെ വീണവളപ്പമരിച്ചാനേ. ഫിരീത്ത് ചീറി വിളിച്ചു ശൈത്താന്മാരെ, സീക്കിരമൊക്കെ ഇവിടെ വരുവീരേ. 7-ാം ബഹറിന്റെ ഉള്ളിലൊരു കൻകോട്ട ഇഫിരിത്ത് രാജനെടുപ്പിച്ചേ. അതിൻ്റെ ഉള്ളിൽ 7001 പെൺകൊടിമാരെ പത്തിനിമാരായി മുത്തദഹത്തിൽ കുത്തിയിരിപ്പിച്ചേ. പോലെ വിറച്ചൊരു ശൈത്താൻ വന്നറിയിച്ചു, എന്നോട് പൊന്നുടെ രാജാവേ, നിങ്ങൾ ഞങ്ങളെ സങ്കടം കേൾക്കിൻ. ഏതോ നാട്ടിൽ നിന്നൊരു മുങ്ങിക്കപ്പലിൽ മനുജര് വന്നേ മംഗകൾ അവരുടെ കൂടെ പോയെന്നേ. ദേശീയത്തി ഫിരീത്തുടെ കണ്ണിൽ നിന്ന് പറന്നാനേ. തൂഷി കൊമ്പൻ മീശ പിരിച്ചവൻ കോട്ടയിൽ ചെന്നാനേ. എല്ലാ ശൈത്താന്മാരും പേടിച്ചോടി ഒളിച്ചാനേ. ഏറെ കലിയാൽ അവൻ കോട്ടയിടിച്ച് തകർത്താനേ. എന്നിട്ടോ കോട്ടട കല്ല് മറിഞ്ഞ് ഫിരീത്ത് കേട്ടോ അതിനകം പെട്ടു ഹജത്ത്. 7-ാം ബഹറിന്റെ ഉള്ളിലൊരു കൻകോട്ട ഇഫിരിത്ത് രാജനെടുപ്പിച്ചേ.